ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കർക്കിടകത്തിലും പ്രസവരക്ഷാ സമയത്തും കഴിക്കാവുന്ന ഉലുവ ഉണ്ട. ഇനി നമുക്കൊരു മൺചട്ടി എടുത്ത് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത മട്ട അരി 250 ഗ്രാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്കിട്ട് നമുക്ക് അരി വറുത്ത് എടുക്കാം. നമ്മുടെ അരി ഇവിടെ വറവായി വരുമ്പോൾ നല്ല മണം വരും, പൊട്ടി വരും. നല്ല വറവായി കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നമുക്ക് 250 ഗ്രാം ഉലുവ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്കിട്ട് വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. കർക്കിടകത്തിൽ കഴിക്കാനും പ്രസവരക്ഷാ സമയത്ത് കഴിക്കാനും പറ്റിയ ഒരു നല്ല മരുന്നാണിത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉലുവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം. ഒരു പരന്ന പ്ലേറ്റ് എടുത്ത് ഇത് നമുക്കതിലേക്ക് മാറ്റി വെക്കാം. നല്ല വിളഞ്ഞ മൂത്ത തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായി നമ്മുടെ ചൂടാറിയ ഉലുവയും അരിയും ഇട്ട് കൊടുക്കാം. പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ച തേങ്ങ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പകുതി മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ച നമ്മുടെ ശർക്കര, 1/2 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. 2 പ്രാവശ്യം പൊടിക്കുമ്പോഴും ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ ഉണ്ടയായി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ ഉണ്ടയും നമുക്ക് ഉരുട്ടിയെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഉലുവ ഉണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ.